MTN News, മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് അത്തരത്തിലൊരു വലിയ പ്രശ്നങ്ങളില്ല. കാരണം അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മുൻകാലങ്ങളിൽ ഇപ്പോൾ നമുക്ക് മൂന്നാം ഗഡു പഞ്ചായത്തുകൾക്ക് കൊടുക്കാതെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിന്നൊരു സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് ലോക്കൽ ബോഡീസിനുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഒരിക്കലും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സമൂഹം വലിയ പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോകുമ്പം നമ്മൾ ഏത് സാഹചര്യത്തിനും മറികടക്കാൻ ഒരു സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അത് UDF സർക്കാർ വളരെ ആത്മാർത്ഥമായിട്ടും സുതാര്യമായിട്ടും നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ മറികടക്കും, ആളുകളിലേക്ക് സഹായം എത്തിക്കും. തീർച്ചയായിട്ടും അത് ഞാൻ അടിയന്തരമായിട്ട് പരിശോധിക്കും എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രീ സ്കൂളിംഗ് സംവിധാനം കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത സംസ്ഥാനത്തുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. പ്രത്യേകിച്ച് വളരെ വൾണറബിളായിട്ടുള്ള ഒരു മേഖലയിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും അടിയന്തരമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ അങ്ങനെ വ്യാപകമായിട്ട് പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും പല സ്ഥലങ്ങളിലും അങ്ങനെ പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ മേഖല തിരിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥരോട് നിരന്തരം നമ്മളത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തി അത് നമുക്ക് റിപ്പോർട്ട് തരാനും അതിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നിർദ്ദേശം 14 ജില്ലകളിലേക്കും കൊടുത്തിട്ടുണ്ട്. അവർ വലിയ കുഴപ്പമില്ലാതെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. ഈ വകുപ്പുമായി ഇല്ല, മെൻ്റർ അധ്യാപകരുടെ നിയമനം മനഃപൂർവ്വമായിട്ട് നമ്മളാരും വൈകിപ്പിച്ചിട്ടില്ല. അതിൽ കൃത്യമായിട്ട്, കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് മെൻ്റർ ടീച്ചർമാർ 10 മാസത്തേക്കാണ് അവരുടെ സേവനം സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം നമ്മൾ ഒരു സർക്കാർ തേടിയിട്ടുള്ളത്. അങ്ങനെ ആ 10 മാസത്തേക്ക് അവരെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം പിന്നീട് അവരെ തിരഞ്ഞെടുക്കേണ്ടത് അടുത്ത അധ്യയന വർഷത്തേക്ക് വീണ്ടും നമ്മൾ നോട്ടിഫൈ ചെയ്ത് അവരെ വിളിക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ നമ്മൾ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഒരേ ആളുകളെ തന്നെ റിന്യൂവൽ കൊടുത്ത് ചെയ്യുക. ഒരിക്കലും ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റിന് ആ സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം തന്നെ 2017 വന്നിട്ടുള്ള ഒരു ഉത്തരവാണ്. അതിലൊരിക്കലും അങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് അനധികൃതമായിട്ട് നിയമനം നീട്ടിക്കൊണ്ടു പോകാൻ ഒരു ഉത്തരവ് സർക്കാരിലില്ല. അപ്പം നിലവിലിരിക്കുന്ന ഉത്തരവ് പ്രകാരം മാത്രമേ ഞാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഈ അധ്യയന വർഷത്തിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ കണക്ക് കൃത്യമായിട്ട് എടുത്തു. ആ കണക്ക് കൃത്യമായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒഴിവുകൾ കണക്കാക്കി, എത്ര മെൻ്റർ ടീച്ചർമാരെ ഈ അധ്യയന വർഷത്തിലേക്ക് വരും, അത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്തു. കാരണം അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ടെമ്പററി അപ്പോയിൻമെൻറ്റ് എല്ലാവരും അങ്ങനെ, ഇപ്പോൾ നമ്മളൊരു സ്കൂളാണെങ്കിലും ഒരു കോളേജാണെങ്കിലും അതത് അധ്യയന വർഷത്തിലേക്കാണ് നമ്മൾ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത്. മെൻ്റർ ടീച്ചർമാരുടെ കാര്യത്തിലും അത് തന്നെയാണ്. ആ നോട്ടിഫിക്കേഷൻ കൊടുത്തു. അപ്പം നേരത്തെ ഇരുന്ന ആളുകൾ അതിൽ കുറച്ച് പേര് സമരം ആരംഭിച്ചു. ആ സമരം തുടർന്നു. സമരസമിതിയായിട്ട് നമ്മൾ ചർച്ച നടത്തി. ചർച്ചയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അവർ വിശദമായിട്ട് കേട്ടു. അതിൽ PSC പറയുന്ന ഏജുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡം, അത് കുറച്ച് ഏജ് വർദ്ധിപ്പിക്കണം എന്നവർ ആവശ്യപ്പെട്ടു. അതിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം നമ്മളൊരു നിയമനം നടത്തുമ്പം അതിൽ നമ്മൾ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്ന PSCയുടെ മാനദണ്ഡം തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിലുണ്ടായത്. അപ്പോൾ സമരസമിതി അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ സമരം പിൻവലിച്ചു. പക്ഷേ പിന്നീട് എന്താണ്ടായെന്ന് വെച്ചാൽ അവർ കോടതിയിൽ പോയി. കോടതിയിൽ അവർ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കോടതി പറഞ്ഞു, ഈ ഫൈനൽ മെൻ്റർമാരുടെ ടീച്ചർമാരുടെ സെലക്ഷൻ ലിസ്റ്റ് പുറത്ത് വിടരുത്, അത് ഫൈനലൈസ് ചെയ്ത് പുറത്ത് വിടരുത് എന്നൊരിത് പറഞ്ഞു. ഇൻ്റർവ്യൂ നടത്താനോ ലിസ്റ്റ് തയ്യാറാക്കാനോ നമുക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കോടതിയിൽ തീർച്ചയായിട്ടും ആ കേസ് തീർപ്പാകുന്ന മുറയ്ക്ക് നമുക്ക് മെൻ്റർ ടീച്ചർമാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഒരു തടസ്സമില്ല. കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. നമ്മൾ ജെന്യുവനായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. താൽക്കാലിക നിയമനങ്ങളിൽ ഒരു സർക്കാർ എന്താണോ പാലിക്കേണ്ടത് അത് കഴിഞ്ഞ കാലത്തെ സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം മാത്രമാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. അനധികൃതമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും അക്കാര്യത്തിൽ വന്നിട്ടില്ല. കോടതി ഉത്തരവ് വരുന്ന മുറയ്ക്ക് നമ്മളത് ആ ടീച്ചർമാരെ അതത് സ്കൂളുകളിൽ നിയമിക്കും.
അതായത് കുട്ടികളെ ഏറ്റവും സേഫായിട്ടും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ഇപ്പം നമ്മുടെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വകുപ്പിൻ്റെ കീഴിലുള്ളത്. നമുക്ക് 2 CBSE സ്കൂളുകളുണ്ട്, അല്ലാതെ ഒരുപാട് MRS സ്കൂളുകളുണ്ട്. അപ്പം അതിലൊക്കെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഉറപ്പുവരുത്തിയിട്ടുള്ളത്. അതിൽ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനും അവരെ നോക്കാനുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഞാൻ തന്നെ വന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ നേരിട്ട് പോയി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും ഒക്കെ വിലയിരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം കുട്ടികളെ ഏറ്റവും സേഫായിട്ടും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഉത്തരവാദിത്വം. അപ്പം നേരത്തെ സൂചിപ്പിച്ച് വിദ്യാവാഹിനി പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം അടുത്തുള്ള സ്കൂളുകളിലേക്ക് അതല്ലേ ഉദ്ദേശിച്ചത്? വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത് അത് കുട്ടികളുടെ സൗകര്യം തന്നെയാണ്. നമ്മുടെ സർക്കാരിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മികച്ച സൗകര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ കുട്ടികളെ നിർബന്ധിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ള ഉദ്ദേശം നമുക്കില്ല. കുട്ടികളുടെ താല്പര്യത്തിന് തന്നെയാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു കൺസേൺ. അതായത് ഇപ്പം നമ്മൾ അതത് സ്ഥലത്ത് അതത് മേഖലയിൽ പോകുമ്പം അവിടുത്തെ കുട്ടികളുടെ പാരൻസിൻ്റെ അഭിപ്രായം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പോകുന്നത് നേരിട്ട് കേൾക്കുന്നുണ്ട് അവരെ. ഇപ്പം നമുക്കല്ലാതെ തന്നെ പരാതികളിലൂടെ അപേക്ഷകളിലൂടെയും പാരൻസും അവരുടെ മറ്റുള്ള വ്യക്തികളും സംഘടനകളും ജനപ്രതിനിധികളും ഒക്കെ അവരുടെ ആശങ്കകൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാകണമല്ലോ. ഏതൊരു സ്ഥാനത്തിരിക്കുന്ന ആളുകളും അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ഒരു സെക്യൂരിറ്റി നമ്മുടെ ഒരു പ്രൈം കൺസേൺ ആയിട്ട് വരണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനം മാത്രമേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ. അതിന് തടസ്സങ്ങളില്ല. അത് നമ്മൾ ചെയ്യേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ചെയ്യും. പരിശോധിക്കുക, എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ നടപടികളുണ്ടാവൂ. ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഒരു പരമ്പരാഗത ശൈലിയിലാണ് കാലങ്ങളായിട്ട് പോകുന്നത്. അതിനൊരു പുതിയ വിഷനൊക്കെ ഇല്ലായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി ഈ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള മാർഗങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ വ്യവസായ യൂണിറ്റുകൾ തുടങ്ങാനുള്ള സഹായങ്ങൾ, ഇതൊക്കെ പേരിന് മാത്രമാണുള്ളത്. ഉള്ളത് തന്നെ പലപ്പോഴും തുടങ്ങിയത് തന്നെ പൂട്ടിപ്പോയ സ്ഥിതിയാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരുന്ന സ്ത്രീകളുടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ദാക്ഷായണി വേലായുധൻ്റെ പേരിൽ നമ്മളൊരു പ്രൊജക്റ്റ് ഇപ്പം ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി വരികയാണ്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു മോഡൽ ജില്ലയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് പാലക്കാട് ജില്ലയാണ്. എനിക്കും നേരിട്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പം ഒരു സുപ്രഭാതത്തിൽ അവരുടെ കയ്യിലേക്ക് 10 ലക്ഷം കൊടുത്തിട്ട് നിങ്ങൾ ഇന്നത് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിജയകരമായിട്ടത് ചെയ്യാനായിട്ട് സാധിക്കില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ വിപുലമായിട്ടുള്ളൊരു പദ്ധതിയാക്കി മാറ്റി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ സംഘങ്ങളെ തിരഞ്ഞെടുത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള പരിശീലനം കൊടുത്ത് അവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു 10 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ 7.5 ലക്ഷം നമ്മൾ സബ്സിഡി ആയിട്ടാണ് കൊടുക്കുന്നത്. ബാക്കി 2.5 ലക്ഷം മാത്രമേ ആ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്ത സംഘങ്ങൾക്കാണ് കൊടുക്കുന്നത്, സ്വയം സഹായ സംഘങ്ങൾ. അപ്പോൾ അതിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ അംഗമാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നിബന്ധന. പരമാവധി ഈ ചുവപ്പ് നാടയുടെ നൂലാമാലകളിൽ പെട്ട് ആളുകൾക്ക് സേവനം വൈകി കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കിയിട്ട് അതിലൊരു റിലാക്സ് ചെയ്തിട്ട് അവർക്കത് കൊടുക്കണം എന്നുള്ളതാണ് വകുപ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ അതിന് അവർക്ക് പരിശീലനം കൊടുത്ത് അവർക്കൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തി വരുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ അത് വിജയകരമായിട്ട് പൂർത്തീകരിച്ച് കഴിയുമ്പം അത് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ആ പ്രദേശത്ത് ഇപ്പം നമുക്ക് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വകുപ്പിൻ്റെ. പലപ്പോഴും ഒരു സംരംഭം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പൂട്ടിപ്പോകുന്നുള്ള കാര്യം സൂചിപ്പിച്ചു. അതെന്തുകൊണ്ടാണ് പൂട്ടിപ്പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി അതിലുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പലപ്പോഴും ഇവർ പ്രശ്നം നേരിടുക. അപ്പം നമ്മുടെ ഒരു ഒരു കൺസേൺ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ വകുപ്പിൻ്റെ കീഴിൽ തന്നെ ഉണ്ട്, ജീവനക്കാരുണ്ട്. അപ്പോൾ ഇവരുണ്ടാക്കുന്ന പ്രോഡക്ട്സ് നമ്മുടെ വകുപ്പിന് തന്നെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പം തുടങ്ങിയ ഒരു സംരംഭം ഇവർക്ക് പൂട്ടിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം, പൂട്ടി നിർത്തി പോവേണ്ട ഒരു സാഹചര്യം വരില്ല എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും അടിയന്തരമായിട്ട് ഈ 100 ദിന കർമ്മ പരിപാടിയോടൊപ്പം തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വർക്കുകൾ നടത്തി വരികയാണ്. അധികം താമസിയാതെ തന്നെ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തും. ഭവന നിർമ്മാണമല്ലേ ഉദ്ദേശം? അതായത്
ലൈഫ് മിഷനിൽ SC/ST കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി നിങ്ങൾക്ക് തന്നെ അറിയാം. അത് വളരെ വിശദമായിട്ട് പരിശോധിച്ചാൽ അതിൽ കൂടുതൽ ആളുകൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഞാൻ ആരെയും ഒരു സർക്കാരിനെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ ആ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലൈഫ് മിഷനിലാണെങ്കിലും പണ്ടൊക്കെ നമ്മൾ ഒരു വാർഡ് സഭയിൽ, ഒരു ഗ്രാമസഭയിൽ ഒരു ബെനിഫിഷ്യറീനെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ വാർഡ് സഭ കൂടി, ഗ്രാമസഭ കൂടി, ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള ആൾ ആരാണോ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ലൈഫ് മിഷൻ വന്നപ്പം അതിലൊരു ഔട്ട്സൈഡ് ഏജൻസിയാണ് ഈ ബെനിഫിഷ്യറീനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ട് നമ്മളൊരു ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുന്ന ആ പതിവ് ശൈലി മാറി മറ്റൊരാൾ പുറത്തു നിന്നുള്ള മൂന്നാമതൊരാൾ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പം യഥാർത്ഥത്തിൽ സഹായം കിട്ടേണ്ട ആളുകൾക്ക് അത് എത്താത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഭവന പദ്ധതിയുടെ ഫണ്ട് അതിലേക്ക് മെർജ് ചെയ്തപ്പം അതിൻ്റെ ഗുണം ഈ വിഭാഗത്തിൽ പെട്ട ആളുകൾക്ക് ലഭിച്ചില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് നേരിട്ട് ഭവന നിർമ്മാണം ചെയ്യുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്. അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് വീട് മാത്രമല്ല, സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് വീടും സ്ഥലവും കൊടുക്കുന്ന പദ്ധതി നമ്മൾ ഉടനെ തന്നെ അത് പ്രഖ്യാപിക്കും. അതിന് ആളുകൾക്ക് അവർക്ക് ആകർഷകമായിട്ടുള്ള തരത്തിൽ നിലവിൽ ലൈഫിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടിൽ നിന്ന് വ്യത്യാസം വരുത്തി നമ്മൾ ആ പദ്ധതി നടപ്പിലാക്കും. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഫയൽ അദാലത്ത് നടത്തിയപ്പം വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന 50,000-നടുത്ത് പരാതികൾ നമ്മൾ പരിശോധിക്കുകയാണ് വർഷം തിരിച്ചിട്ട്. അതായത് 2019 വരെയും അതുപോലെ 2026 മെയ് 18 ശേഷം. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച കാര്യം. അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലും മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാഠമായി ഏറ്റെടുത്തുകൊണ്ട് ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട അടിയന്തരമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവും. കാരണം പഴയ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. പഴയ കാലത്ത് ഈ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പം വിദ്യാഭ്യാസത്തിന് പോകുമ്പം അന്നുണ്ടായിരുന്ന ഒരു രീതിയും സമ്പ്രദായങ്ങളും അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും അതുപോലെ തന്നെ വീടിനകത്തും പുറത്തും തൊഴിൽ മേഖലയിലും ഒക്കെ തന്നെ അന്ന് ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളല്ല ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പൊതുവിഭാഗത്തിന് മാത്രമല്ല, SC/ST വിഭാഗത്തിലും പിന്നോക്ക വിഭാഗത്തിലുമൊക്കെ ആ സ്ഥിതി ഏകദേശം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതെന്താ ഓണമായിട്ട് എല്ലാവരും ഇവിടെ? ഇത്തവണത്തെ ഓണം ആധാർ ഗോൾഡിലല്ലേ? ഓണം സ്വർണോത്സവം ആധാർ ഗോൾഡിലൂടെ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ. 1-ാം സമ്മാനം തിളങ്ങുന്ന ഒരു മാരുതി ബലേനോ കാർ. 2-ാം സമ്മാനം സ്റ്റൈലായി യാത്ര ചെയ്യാൻ ഒരു സ്കൂട്ടർ. 3-ാം സമ്മാനമായി 5 ഫ്രിഡ്ജുകൾ 5 വിജയികൾക്ക് സ്വന്തം. 4-ാം സമ്മാനമായി 5 വാഷിംഗ് മെഷീൻ 5 പേർക്ക്. 5-ാമതായി 50 മനോഹരമായ ഡിന്നർ സെറ്റുകൾ 50 പേർക്ക്. 6-ാം സമ്മാനം 50 പ്രഷർ കുക്കറുകൾ 50 ഭാഗ്യശാലികൾക്ക്. 7-ാം സമ്മാനം 50 ഫ്രൈ പാനുകൾ 50 പേർക്ക്. എന്താ മാവേലി, ഇത് പൊളിക്കൂലേ? അത് കിടക്കും ബ്രോ. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സംയുക്തത്തിൽ ആധാർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഓണം സ്വർണോത്സവം. ഓഗസ്റ്റ് 1 മുതൽ തുടർച്ചയായി 3 മാസക്കാലം നീളുന്ന ഈ സുവർണാവസരത്തിൽ നിങ്ങളും പങ്കാളിയാകൂ. ആധാർ ഗോൾഡിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഈ സമ്മാന കൂപ്പൺ ലഭ്യമാണ്.